നോക്കൂ, കേരളത്തിനകത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നടപ്പിലാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നയാ പൈസയുടെ ഉപകാരം ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ട് കേരളത്തിന് നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് മുന്നണികളെയും കേരളത്തിൻ്റെ ജനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിയും. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ശ്യാം ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. യെസ്, ശ്രീ മുരളി, സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ ആരംഭിക്കാം. 9 വർഷത്തെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ ശബരിമല ഉൾപ്പെടെ സർക്കാരിനെതിരെ ഇങ്ങനെ മുൾമുനയായി നിൽപ്പുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ തദ്ദേശ പോരിലേക്ക് CPM മുന്നണിയും കടക്കുന്നത്. എത്രത്തോളം വലിയ പ്രതീക്ഷ, എത്രത്തോളം വലിയ ആശ്വാസമുണ്ട്? എനിക്ക് ഇടതുവശത്ത് നിൽക്കുന്ന UDFൻ്റെ പ്രതിനിധി വളരെ ആവേശപൂർവ്വം പറഞ്ഞത് 2010 ആവർത്തിക്കാൻ പോവുകയാണെന്നാണ്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് എന്നെനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരള ചരിത്രത്തിൽ അച്യുതമേനോനു ശേഷം ഒരു ഇടതു സർക്കാർ തുടർച്ചയുണ്ടാവുന്നത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ്. എനിക്ക് ഇടതും വലതും നിൽക്കുന്ന 2 മുന്നണികൾ പരസ്പരം സഹായിച്ചും കൊടുത്തും വാങ്ങിയും വിജയിക്കുവാനുള്ള വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുവാനുള്ള പ്രത്യേക മാജിക് നടത്തിയും 2021 വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാക്കി തച്ചു തകർത്താണ് ഒരു തുടർ ഭരണത്തിന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ, പശ്ചാത്തല രംഗം, വികസനം വരേണ്ട വഴികളെല്ലാം അടഞ്ഞതായിരുന്നില്ലേ? ഇപ്പോൾ ജനൻ TV ഉൾപ്പെടെ കേരളത്തിൻ്റെ വടക്ക് നിന്ന് തെക്കിലേക്ക് സഞ്ചരിച്ചാൽ, കിഴക്ക് നിന്ന് പടിഞ്ഞാറിലേക്ക് സഞ്ചരിച്ചാൽ, ഗൾഫ് രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒക്കെ പോയാൽ ഉണ്ടാവുന്ന ഒരു മനസ്സന്തോഷം, ഒരു പ്രതീതി റോഡുകളിലില്ലേ? ആദ്യം റോഡാണല്ലോ വികസിക്കേണ്ടത്. തുടർന്ന് വന്നിട്ടുള്ള ഓരോ വികസനങ്ങൾ UDF ഗവൺമെൻറ് കൊടുക്കാതെ പോയ 18 മാസത്തെ പെൻഷൻ 1600 രൂപ വെച്ച് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ കൊടുത്തു. ഈ അടുത്ത് പ്രഖ്യാപിച്ച അതിദാരിദ്ര്യരില്ലാത്ത കേരളം, അത് ഇന്ത്യ എന്ന് പറയുന്നത് ലോക ഭൂപടത്തിൽ അതിദാരിദ്ര്യരില്ലാത്തത് 102ാമത്തെ പട്ടികയിൽ വരുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകയായി, ഇന്ത്യക്ക് മാതൃകയായി 1ാം സ്ഥാനത്താണ് അതിദാരിദ്ര്യരില്ലാത്ത സംസ്ഥാനം എന്നുള്ള നിലയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ 35 വയസ്സിന് മേലെയും 60 വയസ്സിന് താഴെയുമുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ അലവൻസ് പ്രഖ്യാപിച്ചു. എന്തിനാണ് UDFും LDF BJP മത്സരിച്ച് കോടതിയിൽ പോയത്? അവർ മത്സരിച്ച് കോടതിയിൽ പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഒരു ഐറ്റം, ജനോപകാരപ്രദമായ ഒരു ഐറ്റം, ഈ കേരളത്തിലെ വീട്ടമ്മമാർക്ക് സഹായകമാവുന്ന രീതിയിൽ 1000 രൂപ പ്രഖ്യാപിച്ചപ്പോൾ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയവരാ. ഇലക്ഷൻ കഴിയുന്ന ഒരു മാസക്കാലത്തേക്കല്ല ഈ 1000 രൂപ പ്രഖ്യാപിച്ചത്. തുടർന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മുഴുവൻ വീട്ടമ്മമാർക്കും ഈ പറഞ്ഞ വയസ്സിനിടയിൽ 1000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമാണോ? അത്തരത്തിൽ അതുപോലെ തന്നെ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്ന മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൻ്റെ തകർച്ചയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലല്ലേ? അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സമാധാനത്തിൻ്റെ തുരുത്തെപ്പോഴും ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതു രാഷ്ട്രീയം എടുക്കുമ്പോൾ കേരളത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ സൗഹൃദാന്തരീക്ഷത്തിൽ
ജീവിക്കാമെന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രതീക്ഷ. യെസ്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വിഷയങ്ങൾ വരും. Yes. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ പരമാവധി ശ്രമിക്കും. എന്തായാലും ഐക്യ ജനാധിപത്യ മുന്നണിക്കും NDA മുന്നണിക്കും ഒരുപോലെ പേടി സ്വപ്നമാവുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഡിസംബർ 13 തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ Yes. യാതൊരു തർക്കവുമില്ല. യെസ്, ആമുഖമായിട്ട് അത്രയുമാണ് ഇടതുപക്ഷ പ്രതിനിധീകരിക്കുന്ന ശ്രീ മുരളി ചൂണ്ടിക്കാണിച്ചത്. ശ്രീ പ്രശാന്ത് ശിവൻ, ഡിസംബർ 13 ബാലറ്റ് വെട്ടി പൊട്ടിക്കുമ്പോൾ 2020 ആ ശുക്രദശ ആവർത്തിക്കുമോ? എത്രത്തോളം പ്രതീക്ഷ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഭരിക്കുമെന്ന കാര്യത്തിൽ